ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. അപ്പം നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. മുട്ട ബജിയാണ്. അതും വെറും മുട്ടയല്ല, കാടമുട്ട. 1000 കോഴിക്ക് അരക്കാട എന്നൊരു ചൊല്ല് തന്നെ നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ. അതേപോലെ ധാരാളം സവിശേഷതകൾ അടങ്ങിയ ഒരു മുട്ടയാണ് കാടമുട്ട. കാടമുട്ട ദിവസവും കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ എ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ കാടമുട്ട പുഴുങ്ങി മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയും കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഒരു 3 പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ കഷ്ണം കട്ടക്കായം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ചാലിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. ഇനി നമുക്കിത് നന്നായിട്ട് ബാറ്റർ കലക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കുന്നൊരു കൺസിസ്റ്റൻസിയാണ്. അതനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലാണ് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് മുക്കി പൊരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ മുട്ടയും ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് ചായയുടെ കൂടെയൊക്കെ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ കാടമുട്ട ബജിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കാടമുട്ടയാണ് കേട്ടോ. ഒരു ദിവസം ഒരു 4 കാടമുട്ട വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻസൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള കാടമുട്ട നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞു മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഞാൻ ഒരേ സമയം ഒരു 5 വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുറച്ചൊരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കാടമുട്ട കൊണ്ട് നമുക്ക് കാടമുട്ട റോസ്റ്റും അങ്ങനെ പലതരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ മുട്ട ബജിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശമായിട്ടുണ്ട്. ഇനിയും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമായി കഴിയുമ്പോൾ നമുക്കിതേപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ മുക്കി കഴിക്കാൻ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.